ജനഹിതം സതീഷിനോടൊപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങൾ അങ്ങനെയാണ് കരുതുന്നത്. അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് വന്നത്. എന്ന് മാത്രമല്ല അത് ഓണപ്പ് ചെയ്ത് ഒരു മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ് കാണിച്ചത്. പക്ഷേ ഇപ്പോൾ CPM-ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ MLA-മാരുടെ ഇതം പോലും നോക്കത്തില്ല. പാർട്ടിയിലെ സീനിയോറിറ്റിയാണ് ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിച്ചിട്ടുണ്ട്, പോളിറ്റ് ബ്യൂറോ അംഗം. ആ തരത്തിൽ സീനിയോറിറ്റി എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. അത് വെച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്കും ഞാൻ സീനിയറാണ് എന്ന് പറയാനുള്ളൊരു അവകാശമൊക്കെ ഉണ്ട്. അതൊരു കുറ്റകരമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം നേരത്തെ തന്നെ ഹൈക്കമാൻഡ് എടുത്തതാണ്. അതിലൊരു യുക്തി ഉണ്ടെങ്കിൽ ആ യുക്തി KC വേണുഗോപാലിനും ബാധകമാണ്. അദ്ദേഹം ഒരു MP-ആണ്. അദ്ദേഹം കേന്ദ്രത്തിൽ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രി ആകേണ്ട ഒരു അടിയന്തര സാഹചര്യം കേരളത്തിലുണ്ട് എന്ന്, പ്രത്യേകിച്ച് ഇത്ര വലിയൊരു വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം അതിന് മുമ്പേ ഇവിടെ മത്സരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ VD സതീശൻ ആൻഡ് ചെന്നിത്തല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ജനങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ട ഫേസ് VD സതീശൻ്റെയാണ്, അങ്ങനെയാണ് ജനങ്ങൾ കരുതുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.